സർവഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് പുതിയ ദിവസത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 20, ഒന്നാമത്തെ വായനാ ഭാഗം 1 ദിനവൃത്താന്തം 3-ാം അധ്യായം. നമ്മൾ ഈ 1-2 അധ്യായങ്ങളിൽ പറഞ്ഞു വന്ന വംശാവലി പ്രകാരമാണെങ്കിൽ ഇസ്രായേലിൻ്റെ മക്കളുടെ യഹൂദ, രൂബേൻ, യഹൂദ, ശിമയോൻ, അങ്ങനെയുള്ള അവരുടെ വംശാവലിയാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ അത് 4-ാം അധ്യായം മുതൽ അത് തുടർന്ന് വരുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് 3-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ ഒരു വംശാവലിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദാവീദിന് ഹെബ്രോനിൽ വെച്ചും മക്കൾ ജനിച്ചു. അറിയാമല്ലോ, ഹെബ്രോനിൽ 7 വർഷവും യെരുശലേമിൽ 33 വർഷവുമാണ് അദ്ദേഹം രാജാവായിട്ടിരുന്നത്. അപ്പോൾ 7 വർഷം ഹെബ്രോനിലായിരുന്ന സമയത്ത് ജനിച്ച മക്കളെ സംബന്ധിച്ചാണ് ആദ്യം പറയുന്നത്. അമ്നോൻ, പിന്നെ ദാനിയേൽ, അബ്ശാലോം, അദോനിയാവ്, ശെഫത്യാവ്, പിന്നെ ഇദ്രയാം. ഈ 6 പേരാണ് ഹെബ്രോനിൽ വെച്ച് ജനിക്കുന്നത്. പിന്നെ യെരുശലേമിലേക്ക് ഈ രാജധാനി മാറുമ്പോൾ, അല്ലെങ്കിൽ തലസ്ഥാനം മാറുമ്പോൾ, അവിടെ വെച്ച് ജനിച്ച മക്കളുടെ പേരുകളും എഴുതിയിട്ടുണ്ട്. ശിമയ, ശോബാബ്, നാഥാൻ, ശലോമോൻ, ഇബ്ഹാർ, എലീശാമ, എലീഫെലത്ത്, നോഗഹ്, നേഫഗ്, യാഫിയ, എലീശാമ, എല്യാദ, എലീഫേലത്ത് എന്നിവരാണ്. അതുപോലെ ഇവർക്ക് ഒരു മകളായിട്ട്, ഇവരുടെ സഹോദരിയായിട്ട് താമാർ എന്നൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. പിന്നെ അവരിൽ നിന്ന് താഴോട്ട് ശലോമോൻ്റെ മകൻ രഹബയാമിൻ്റെയും അങ്ങനെയൊക്കെയുള്ള താഴോട്ടുള്ള വംശാവലികൾ ഇവിടെ പറയുന്നുണ്ട്. അതിൽ പറഞ്ഞു വരുമ്പം ഈ രാജാക്കന്മാരായിരുന്നവരുടെയൊക്കെ വംശാവലിയാണ് ഇവിടെ പറയുന്നത്. രഹബയാം രാജാവായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ അബിയാവ് രാജാവായി. അദ്ദേഹത്തിൻ്റെ മകൻ ആസ. ഇതൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ വായനാ സമയത്തൊക്കെ നമ്മൾ വായിച്ച ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഹോഷഫത്ത്, അതിന് യഹോരാം, പിന്നെ അഹസ്യാവ്, പിന്നെ യോവാഷ്, അമസ്യാവിൻ്റെ മകൻ അസര്യാവ്, അസര്യാവിൻ്റെ മകൻ യോഥാം, യോഥാവിൻ്റെ മകൻ ആഹാസിൻ്റെ മകൻ ഹിസ്കിയാവിൻ്റെ മകൻ മനശ്ശയുടെ മകൻ ആമോൻ്റെ മകൻ യോശിയാവ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, വടക്കേ രാജ്യമായ ഇസ്രായേലിൽ ആദ്യം രാജാവായ യൊരോബയാമിൻ്റെ മകൻ എന്ന രീതിയിൽ അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ആ ജീനിയോളജിയൊക്കെ പല സമയത്തും മാറുന്നുണ്ട്. കാരണം അങ്ങനെയൊരു അവരുടെ പ്രവൃത്തികൾ, അവരുടെ ദൈവമായിട്ട് വിട്ടുള്ള ബന്ധങ്ങൾ അത്തരം രാജാവിനെ നശിപ്പിക്കുന്നുണ്ട്, രാജാവിൻ്റെ കുടുംബത്തെയും നശിപ്പിക്കും, തലമുറ തന്നെ നശിപ്പിച്ച് കളയുമ്പോൾ അവിടെ പിന്നെ ആരും ശേഷിക്കാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിന് ഒരു കാരണം ദാവീദിനോട് പറഞ്ഞ ദൈവത്തിൻ്റെ ഒരു വാക്കാണ്, നിനക്ക് ദീപം കെട്ടുപോകാതെ ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന്. അപ്പോൾ യഹൂദായുടെ ഗോത്രത്തിൽ മാത്രമാണ്, അത് യഹൂദായ ഗോത്രത്തിൽ നിന്ന് തന്നെയാണ്. വേറെ അവിടെ ആ രാജ്യത്ത് കൂടെ ഉണ്ടായിരുന്ന ബെന്യാമീൻ ഗോത്രമോ ഒന്നും അതിനകത്ത് വരുന്നില്ല. ഈ ദാവീദിൻ്റെ ഗോത്രമായ യഹൂദ ഗോത്രത്തിൽ മാത്രമാണ് അങ്ങനെ ദാവീദിന് ശേഷം ഒരു ഇതുണ്ടാകുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർ നന്നായിട്ട് ഭരിച്ച രാജാക്കന്മാരും ഉണ്ടായിരുന്നു. വളരെ മോശമായി ഈ മനുഷ്യയൊക്കെ വളരെ മോശമായി പ്രവർത്തിച്ച രാജാവാണ്. എന്നിട്ടും അവിടെ അത് നിർത്താതെ തൻ്റെ ആ ഒരു ദീപം കെട്ടുപോകാതെ കാത്തുസൂക്ഷിക്കും എന്ന് ദാവീദിന് കൊടുത്ത വാക്കാണ് അവിടെ പാലിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് നമുക്ക് പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വരെ എത്തുമ്പോഴും ആ ദാവീദിൻ്റെ ആ ജീനിയോളജി, ദാവീദിൻ്റെ ആ പാരമ്പര്യം അതങ്ങനെ തന്നെ തുടർന്നു പോകുന്നത് കാണാം. ഇവിടെ നമ്മൾ യോശിയാവിന് ശേഷം നമ്മൾ വായിക്കുന്നത്, യോശിയാവിൻ്റെ ആദ്യജാതൻ യോഹാനാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സിദക്കിയാവ്, നാലാമൻ ശല്ലൂം എന്നാണ്. അപ്പോൾ നമുക്ക് ഈ യോഹാനാൻ എന്ന് പറയുന്ന യഹോഹാസാണ്. യഹോയാക്കീമിനെ നമുക്കറിയാം. മൂന്നാമൻ സിദക്കിയാവിൻ്റെ ആദ്യത്തെ പേര് മഥന്യാവ് എന്നാണ്. അത് ബാബേൽ രാജാവാണ് സിദക്കിയാവ് എന്ന പേര് മാറ്റുന്നത്. നാലാമത്തെ മകൻ ശല്ലൂമിനെ കുറിച്ച് നമുക്ക് ആ പുസ്തകത്തിൽ, നമുക്ക് രാജാക്കന്മാർ പുസ്തകത്തിൽ അങ്ങനെ ഒരു ആളിനെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ വായിക്കുന്നില്ല. അങ്ങനെ ഒരു മകനും ശല്ലൂം എന്നൊരു മകനും ഉണ്ട്. പക്ഷേ ശല്ലൂം അവിടെയെങ്കിലും പിക്ചറിലെങ്ങും വരുന്നില്ല, സിദക്കിയാവ് വരെ വരുന്നുള്ളൂ. പിന്നെ യഹോയാക്കീമിൻ്റെ പുത്രന്മാരിൽ അറിയാം, നമുക്ക് യഹോയാക്കീൻ എന്നറിയാം. പക്ഷേ ഇവിടെ യൊഖന്യാവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. യൊഖന്യാവ് എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ കൊന്യാവ് എന്നൊരു പേരും ഈ യഹോയാക്കീനുണ്ട്.
പിന്നെ ആ യെഹന്യാവിൻ്റെ അല്ലെങ്കിൽ യഹോയാക്കീൻ്റെ തലമുറയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ യെഹന്യാവിൽ നിന്നാണ് ശെയൽത്തിയേല്, പെദായാവ്, സെരുബാബേൽ. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലി മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ ഈ യെഖന്യാവ്, അതുപോലെ തന്നെ ശെയൽത്തിയേലിൻ്റെ മകൻ സെരുബാബേൽ, ഈ വംശാവലി കാണാൻ പറ്റും. അപ്പം അവിടെ രാജാവായി സിദെക്കീയാവ് അവസാനിച്ചതോടുകൂടി ദൈവം ദാവീദിനോട് പറഞ്ഞ ആ വാക്ക് അവിടെ നിൽക്കുന്നില്ല. മറിച്ച് അവിടെ നിന്ന് ആ തലമുറ അതിങ്ങനെ ആ വിളക്ക്, ആ ദീപം കെടാതെ താഴോട്ട് തലമുറകളിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് കാണുന്നത്. അങ്ങനെയാണ് യെഖന്യാവിൻ്റെ മകനായി, സിദെക്കീയാവിൻ്റെ മകനായിട്ടല്ല, കൊന്യാവിൻ്റെ അല്ലെങ്കിൽ യെഖന്യാവിൻ്റെ അല്ലെങ്കിൽ യഹോയാക്കീൻ്റെ മകനായി അവിടെ നിന്നാണ് പിന്നെ വംശാവലി മുന്നോട്ട് പോകുന്നത്. അത് പ്രവാസത്തിന് ശേഷമുള്ള വംശാവലിയായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശെയൽത്തിയേലും സെരുബാബേലും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പം അത് ദൈവം പറഞ്ഞ വാക്ക് അവിടെ പാലിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ ആ വംശാവലി താഴോട്ട് വന്ന്, അത് ഞാനൊന്ന് എടുത്തോട്ടെ. ആ വംശാവലി ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട്, ഞാനിപ്പോൾ വായിക്കുന്ന മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യെഖന്യാവ്, നമ്മളിപ്പോൾ ഇവിടെ വായിച്ച യെഖന്യാവ് ശെയൽത്തിയേലിനെ ജനിപ്പിച്ചു. ശെയൽത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു. സെരുബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു. പിന്നെ എലിയാക്കീം, ആസോർ, സാദോക്ക്, ആഖീം, എലിഹൂദ്, എലിയാസർ, മദ്ദാൻ, യാക്കോബ് മറിയയുടെ ഭർത്താവ് യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. അപ്പോൾ അവിടെ നിന്ന് യാക്കോബിൻ്റെ മകൻ ജോസഫ് യേശുക്രിസ്തുവിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജോസഫ് വരെയുള്ളവരുടെ ഇതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ജോസഫിൻ്റെ ഭാര്യ മറിയ. നമ്മൾ ആ ജീനിയോളജി രണ്ടും പരിശോധിക്കുമ്പോൾ ജോസഫിലൂടെ അല്ല, മറിച്ച് മറിയയിലൂടെയാണ് യേശുക്രിസ്തുവിൻ്റെ വംശാവലി എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. അത് മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായവും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായവും തമ്മിൽ രണ്ടും കൂടെ വെച്ച് പരിശോധിക്കുമ്പോൾ 2 ജീനിയോളജി വരുന്നതായിട്ടും, അതിൽ മറിയയുടെ ജീനിയോളജിയിലാണ് രക്തബന്ധപ്രകാരം യേശുക്രിസ്തു ജനിക്കുന്നത്. അല്ലെങ്കിൽ ആ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയ്ക്ക് അത് യോസഫിൻ്റെ മകനാകുന്നില്ലല്ലോ. അപ്പോൾ യോസഫിൻ്റെ മകനാകാതിരിക്കുമ്പം ആ വംശാവലി അവിടെ ഒരു ബ്രേക്ക് വരികയാണ്. അതിന് ദൈവം കൃത്യമായി ആ കാര്യം ചെയ്തത് മറിയയിലൂടെയാണ്. മറിയയും യഹൂദ സ്ത്രീയാണ്. മറിയയിലൂടെ ആ വംശാവലി അത് ദാവീദിൽ നിന്ന് നാഥാൻ പ്രവാചകനിലൂടെ വന്ന് അങ്ങനെ ഒരു ജീനിയോളജി. ഇതിപ്പം ഇപ്പുറത്ത് വരുന്ന ഈ ജീനിയോളജി, മത്തായിലെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ജീനിയോളജി, ശലോമൻ ദാവീദിൻ്റെ മകനായ ശലോമൻ്റെ വഴിയുള്ള ജീനിയോളജി ആണെങ്കിൽ, മറ്റേ ജീനിയോളജി നാഥാൻ എന്ന് പറഞ്ഞ മകൻ വഴിയുള്ള ജീനിയോളജിയാണ് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നത്. അപ്പോൾ അത് ദൈവം വളരെ കൃത്യമായി ആ കാര്യം, ഒരു വലിയ അത്ഭുതമാണ് അത്, ആ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ. അപ്പോൾ അതുകൂടെ ഒന്ന് വായിച്ച് ആ ജീനിയോളജി മനസ്സിലാക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. 2-ാമത്തെ വായനാഭാഗം എഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം. ഇവിടെ യെരുശലേമിനെ കുറിച്ചാണ് ഈ പ്രവചനത്തിൽ പറയുന്നത്. അദ്ദേഹത്തോട് പറയും, മനുഷ്യപുത്ര, നീ യെരുശലേമിനോടും അതിൻ്റെ മ്ലേച്ഛതകളെ അറിയിച്ച് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവിടെ പറയുന്നത്, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. അപ്പോൾ നമ്മളിത് ചരിത്രം പരിശോധിക്കുമ്പോൾ നോഹയുടെ 3 മക്കളിൽ ഹാമിൻ്റെ മകനാണ് കനാൻ. കനാൻ്റെ മക്കളെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു ലിസ്റ്റ് ഉൽപ്പത്തി 10-ാം അധ്യായത്തിൻ്റെ 15, 16, 17, 18 വാക്യങ്ങളുണ്ട്. അവിടെ കനാൻ തൻ്റെ ആദ്യജാതനായ സീദോന്, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ ഒക്കെ പേരുകളാണ്. അതിൽ യെബൂസ്യൻ കണ്ടോ? യെബൂസ്യൻ എന്നൊരു പേര് അവിടെ ഉണ്ട്. യെബൂസ്യൻ, ഗിർഗശ്യൻ, ഹിവ്യൻ, അർക്യൻ, സീന്യൻ, അർവാദ്യൻ, സെമാര്യൻ, ഹമാത്യൻ എന്നിവ. ഇതാണ് കനാൻ ദേശമാണ്. കനാൻ ദേശത്തിൽ കനാൻ്റെ മക്കളുടെ വംശങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ആ ദേശമായിട്ടാണ് യെബൂസ്യൻ വന്ന് പാർത്ത ആ ദേശത്തെ യെബൂസ് എന്ന് അറിയപ്പെട്ടു. യെബൂസ് എന്നാണ് അറിയപ്പെട്ടത്. ആ യെബൂസിൽ ജീവിച്ചിരുന്നവർ കനാൻ്റെ പുത്രനായ യെബൂസിൻ്റെ മക്കളായ യെബൂസ്യരാണ്. അപ്പോൾ ഈ യെബൂസ് ദേശമാണ് പിന്നീട് യെരുശലേമായി മാറിയത്. യെബൂസിനെ പിടിച്ചടക്കിയിട്ടാണ് യെരുശലേമായി മാറുന്നത്. പക്ഷേ ഈ കനാൻ ഒരു പ്രശ്നമുള്ളത്. ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പം
ആ, ഈ കനാനെ കുറിച്ച് പറയുന്നത്, നിന്റെ അപ്പൻ അമോര്യനാണ്, നിന്റെ അമ്മ ഹിത്യ സ്ത്രീയാണ്. നിന്റെ ജനനവസ്തുതയോ ജനിച്ച നാൾ നിന്റെ പൊക്കിൾ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു വരാൻ ഒരു കണ്ണിന് നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്തിട്ട് കളഞ്ഞു. എന്നാൽ ഞാൻ നിന്റെ സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട്, നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്കുക എന്ന് കൽപ്പിച്ചു. അപ്പൊ ഇത് കനാൻ ദേശമായിരുന്ന യബൂസ്. കനാന് ഒരു വിഷയമുള്ളത്, കനാൻ അപ്പന്റെ നഗ്നത വെളിപ്പെടുത്തിയത് കൊണ്ട്, അപ്പന്റെ നഗ്നത വെളിപ്പെടുത്തിയത് കനാനല്ല, കനാന്റെ അപ്പനായ ഹാമാണ്. ഹാം നോഹയുടെ മകനാണ്. നോഹ നഗ്നനായി അല്ലെങ്കിൽ തുണി മാറി കിടക്കുന്നത് കണ്ടിട്ട് തന്റെ മറ്റു രണ്ട് യാഫത്തിനെയും ഷേമിനെയും വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയും, എന്നാൽ അവര് അത് കാണാതെ വണ്ണം തുണി എടുത്തുകൊണ്ട് വന്ന് അപ്പന്റെ നഗ്നത മറയ്ക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഉറക്കം എഴുന്നേൽക്കുമ്പം ഈ കാര്യം അറിയുന്ന നോഹ ഈ ഹാമിനെ ശപിക്കുന്നതാണ്. കനാൻ ശപിക്കപ്പെട്ടവൻ പറഞ്ഞാണ് ശപിക്കുന്നത്. അവിടെ കനാനാണോ ചെയ്തത് ഹാമാണോ ചെയ്തതെന്നുള്ള കാര്യം ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലും ഹാമാണ് ചെയ്തതെന്നാണ് അവിടെ വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കനാൻ ശപിക്കപ്പെട്ടവന് ഹനാൻ്റെ നമ്മളിപ്പോൾ വായിച്ച ഇത്രയും മക്കളും ആ ദേശമൊക്കെ ശപിക്കപ്പെട്ടത്. അങ്ങനെ ശപിക്കപ്പെട്ട് കിടന്ന ഒരു ദേശത്തിൽ നിന്നാണ് ആ യബൂസരുടെ ദേശമായ, അതിനെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ആ യബൂസ് എന്ന ദേശത്തെ ദൈവം കണ്ട് അതിനോട് മനസ്സലിഞ്ഞ് അത് ദൈവത്തിൻ്റെ ദേശമായി, ദൈവത്തിൻ്റെ പട്ടണമാക്കി മാറ്റി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പം കനാൻ ശപിക്കപ്പെട്ട ദേശം, അതുപോലെ തന്നെ മ്ലേച്ഛതകളുടെ ദേശം, ദൈവത്തെ അറിയാത്തൊരു ദേശം. ആ ദേശത്തോട് കനിവ് തോന്നി ദൈവം അതിനെ ജെറുസലേമാക്കി മാറ്റി. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. എന്നിട്ട് തുടർന്ന് അതിന് കൊടുത്ത മാന്യതയും ബഹുമാനവും എല്ലാം അവിടെ പറയുന്നത്, ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് എണ്ണ പൂശി ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു, അഹുശുതോൽ കൊണ്ടുള്ള ചെരുപ്പിടുവിച്ചു, ശണപടം കൊണ്ട് ചുറ്റി പട്ടുപുതപ്പിച്ചു, ഞാൻ നിന്നെ ആഭരണമണിയിച്ചു, നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു. അപ്പോൾ യെരുശലേമിൻ്റെ പിന്നീടുള്ള ലോകത്തിൻ്റെ മധ്യേ യെരുശലേമിൻ്റെ മാന്യതയാണ്, അല്ലെങ്കിൽ യെരുശലേമിന് കൊടുത്ത വിലയാണ് നമ്മളിവിടെ കാണുന്നത്. നിന്റെ ഉടുപ്പ് ശണപടവും പട്ട് വിചിത്ര വസ്തുവുമായിരുന്നു. നീ നേരിയ മാവും തേനും എണ്ണയും ഉപജീവിച്ച് ഏറ്റവും സൗന്ദര്യമുള്ളവളായി തീർന്നു. നിനക്ക് രാജത്വവും സിദ്ധിച്ചു. ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണയായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു. ഇപ്പോൾ യെരുശലേമിൻ്റെ ഖ്യാതിയെ സംബന്ധിച്ചാണ് പറയുന്നത്, കീർത്തിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ലോകത്തെല്ലായിടവും പരന്നു. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു. ഞാൻ ദൈവം നിന്നെ വിലയേറിയ ഒരു സംഗതിയാക്കി മാറ്റി. പക്ഷേ നീ ദൈവത്തെ അറിയാതെ, അറിയാതെ എന്ന് പറഞ്ഞ് യെരുശലേം ഒന്നും ചെയ്തതല്ല, യെരുശലേമിൽ താമസിക്കുന്ന യഹൂദ ജനം തെറ്റിപ്പോയതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർ മറ്റ് പരസംഗം ചെയ്തു എന്ന് പറയുന്നത് അവർ ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളുടെ പുറകെ പോയി എന്നുള്ളതാണ്. ഇവിടെ പറയുന്നുണ്ട്, പല നിറത്തിൽ പൂജാഗിരികളെ തീർത്താൽ അലങ്കരിച്ചു, അവയുടെ മേൽ പൂജ ചെയ്തു. ഞാൻ നിനക്ക് തന്ന പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെ നീ എടുത്ത് പുരുഷരൂപങ്ങളെ ഉണ്ടാക്കി, വിചിത്ര വസ്ത്രങ്ങളെ നീ എടുത്ത് ആ അന്യദൈവങ്ങളുടെ അല്ലെങ്കിൽ ബിംബങ്ങളെ പുതപ്പിച്ചു. ഞാൻ നിനക്ക് ആഹാരമായി തന്ന നീ മാവും എണ്ണയും തേനും നീ അതിൻ്റെ മുമ്പിൽ സൗരഭ്യവാസനയായി നിവേദിച്ചു. ഇതൊക്കെയാണ് ദൈവം അവിടെ അവരുടെ ഒരു കുറ്റത്തെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അവരോട് പോയി പറയാൻ വേണ്ടിയിട്ട് യെഹെസ്കേൽ പ്രവാചകനോട് പറയുന്നത്. നീ എനിക്ക് പ്രസവിച്ച നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും നീ എടുത്ത് അവയ്ക്ക് ഭോജനം ബലിയായി അർപ്പിച്ചു. അങ്ങനെയും സംഭവിച്ചല്ലോ മനുഷ്യരുടെ കാലത്തോ ആമോൻ്റെ കാലത്തോ അല്ലേ. മക്കളെ ബലി കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ മക്കളെ അറുത്ത് അഗ്നിപ്രവേശനം ചെയ്യിച്ച് എനിക്ക് അവയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ഒക്കെ ഓർത്തിട്ട് പറയാണ്. ഈ അന്യദൈവങ്ങൾക്ക് ധൂപം കാട്ടിയത്, അന്യദൈവങ്ങൾക്ക് പൂജാഗിരികളെ ഉണ്ടാക്കിയതും യാഗം കൊടുത്തതും എല്ലാം ദൈവം ഇവിടെ യഹൂദയോട് അല്ലെങ്കിൽ യെരുശലേമിനോട് പോയി പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട്, അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. നീ കനാൻ ദേശത്തും കൽദേ ദേശം വരെ നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു, എന്നിട്ടും അതിനാൽ നിനക്ക് തൃപ്തി വന്നില്ല. നാണം കെട്ട് വേശ്യയുടെ പ്രവൃത്തിയായിരിക്കുന്നു ഇതൊക്കെയും ചെയ്തതിൽ നീ എല്ലാ വഴിത്തലിക്കലും കമാനം പണിതു. അപ്പം അങ്ങനെ
എന്നിട്ട് ഒരു ഒരു അതിൻ്റെ വാക്യം 34-ാമത്തെ വാക്യം എത്തുമ്പോൾ, നീ മറ്റുള്ള സ്ത്രീകളോ, സ്ത്രീയായിട്ടാണ് യെരൂശലേമിനെ കണ്ടിരിക്കുന്നത്. സ്ത്രീയായ യെരൂശലേം അന്യദൈവങ്ങളുടെ പുറകെ പോയതിനെ മറ്റു പുരുഷന്മാരുടെ പുറകെ പോയതായിട്ട് പറഞ്ഞു ഉപമിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ നീ മറ്റു സ്ത്രീകളുമായിട്ട് നിനക്കൊരു വ്യത്യാസമുണ്ട്. നിന്നോട് പരസംഗത്തിന് ആരും ഇങ്ങോട്ട് വന്നതുമല്ല, നിനക്ക് സമ്മാനം കൊണ്ട് തന്നതുമല്ല. നിനക്കൊരു പ്രത്യേകതയുണ്ട്, നീ അങ്ങോട്ട് പോയതാണ്. നീ പുരുഷന്മാരെ അങ്ങോട്ട് പോയതാണ്. അതുപോലെ തന്നെ നീ സമ്മാനം അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങോട്ട് കൊടുക്കുന്ന ആളായിട്ടാണ് നീ നിൽക്കുന്നത്. മറ്റുള്ള വേശ്യാസ്ത്രീകളുമായിട്ട് നിനക്കൊരു വ്യത്യാസമുണ്ട് എന്ന് ദൈവം പറയാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു യെരൂശലേമിനെ കുറിച്ചുള്ള വളരെ വിശദമായ ഏകദേശം 63 വാക്യങ്ങളുണ്ട്. എന്നിട്ട് അവിടെ പറയുന്നത്, നിങ്ങളുടെ അമ്മ ഹിത്യ സ്ത്രീയും അപ്പൻ അമോര്യനും അത്രേ. അത് വീണ്ടും ഇവിടെ 45-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നീ ചെയ്തിരിക്കുന്ന സകല മ്ലേച്ഛതകളാലും നിന്റെ സഹോദരിമാരെ നീ നീതീകരിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ നോക്കുമ്പം ശമരിയാണ് അല്ലെങ്കിൽ ഇസ്രായേലാണ് ഏറ്റവും തെറ്റിപ്പോയത് എന്ന് നമുക്ക് കാണാം. എന്നാൽ അവരുടെ കുറ്റം നിന്റെ കുറ്റമായിട്ട് വെച്ച് നോക്കുമ്പം അവരുടെ കുറ്റം ഭേദമാണ്, നിന്റെ കുറ്റം അവരെക്കാളും കൂടിയിരിക്കുന്നു. നീ അവരെക്കാൾ കൂടുതൽ ശമരിയേക്കാൾ കൂടുതൽ യെരൂശലേമേ നീ പരസംഗം ചെയ്തിരിക്കുന്നു. നീ ദൈവത്തെ വിട്ടകന്നിരിക്കുന്നു, അന്യദേവന്മാരുടെ പുറകെ പോയിരിക്കുന്നു. അത് മനുഷ്യയുടെ കാലം 57 വർഷം. 57 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രയും ദീർഘമായൊരു കാലയളവ്. ദാവീദും ശലോമോനും പോലും 40 വർഷമേ ഭരിച്ചുള്ളൂ. അപ്പോൾ ഈ 57 വർഷത്തെ ഒരു ഭരണം എല്ലാ മ്ലേച്ഛതകളെയും കൊണ്ട് ഏറ്റവും പരമമായി, അത് ദൈവം തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടട്ടെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദൈവം അതിനെ അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ദൈവം അതിനെ കൈവിട്ട് കളഞ്ഞു, വിട്ടുകൊടുത്തു. ചെയ്യട്ടെ, അവർ പരമാവധി അവർ ഏറ്റവും വഷളന്മാരാകട്ടെ എന്ന് പറഞ്ഞ് ദൈവം വിട്ടുകൊടുത്തു എന്ന് വേണം നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാൻ. അല്ലെങ്കിൽ മുമ്പ് അങ്ങനെയല്ലല്ലോ. മുമ്പ് 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴൊക്കെ രാജാക്കന്മാരെ മാറ്റിയെന്ന് നമുക്കറിയാം. വളരെ ചുരുങ്ങിയ കാലത്ത് മാത്രമേ രാജാക്കന്മാർ അവിടെ ഇരുന്നിട്ടുള്ളൂ. കാരണം അവരെല്ലാം ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ മനുഷ്യ 57 വർഷം ആണ് ആമോനും ഒക്കെ ആമോൻ പിന്നെ കുറച്ച് വളരെ മാസങ്ങളേ ഉണ്ടായതുള്ളൂ. എന്നാൽ മനുഷ്യയുടെ കാലമാണ് ഏറ്റവും ദീർഘമായൊരു കാലം കിടക്കുന്നത്. അപ്പോൾ അത്രയും കാലമൊക്കെ ദൈവം അനുവദിച്ചു കൊടുത്തു ഈ മ്ലേച്ഛതകൾക്ക് വേണ്ടി. അപ്പോൾ ആ കാലം കൊണ്ട് തന്നെ ഇസ്രായേലിനേക്കാളും മറ്റുള്ള സഹോദരിമാരെന്നൊക്കെ പറയുന്ന മറ്റ് കൂടപ്പിറപ്പുകളെക്കാളും ഒക്കെ ഏറ്റവും അധികം യെരൂശലേം ദൈവത്തെ വിട്ട് തെറ്റിപ്പോയി എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. എങ്കിലും നിന്റെ യൗവനകാലത്ത് നിന്നോടുള്ള എൻ്റെ നിയമം ഞാൻ ഓർത്ത് ഒരു ശാശ്വത നിയമം നിന്നോട് ചെയ്യും എന്ന ദൈവം അവിടെ ഒരു പ്രത്യാശയുടെ ഒരു വചനവും കൂടി. നിന്റെ ജ്യേഷ്ഠത്തിമാരും അനുജത്തിമാരുമായ സഹോദരിമാരെ നീ കൈക്കൊള്ളുമ്പോൾ അന്ന് നീ നിന്റെ വഴികളെ ഓർത്ത് നാണിക്കും. ഞാൻ അവരെ നിനക്ക് പുത്രിമാരായി തരും. നിന്റെ നിയമപ്രകാരമല്ല താനും. നീ ചെയ്തതൊക്കെയും ഞാൻ നിന്നോട് ക്ഷമിക്കുമ്പോൾ നീ ഓർത്ത് ലജ്ജിച്ച നാണം നിമിത്തം ഇനി ഒരിക്കലും വായി തുറക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് എൻ്റെ നിയമം ചെയ്യും. അതൊന്നും ഇതുവരെ ആയിട്ടുണ്ടെന്ന് നമുക്ക് കരുതാനൊക്കത്തില്ല. ഇന്നത്തെ യെരൂശലേമിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അത് ഇന്നും നിന്ദിക്കപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിനെ മാനിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് നീ ചെയ്ത തെറ്റുകളൊക്കെയും ക്ഷമിച്ച് യെരൂശലേമിനെ യഥാസ്ഥാനത്താക്കപ്പെടുമ്പോൾ, അതായത് ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അവരറിയുമ്പോൾ അവർ ഓർത്ത് നാണിക്കും എന്ന് പറയാം. ഞാൻ നിന്നോട് എൻ്റെ നിയമം ചെയ്യും, ഞാൻ യഹോവ എന്ന് നീ അറിയും എന്ന് യഹോവ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പം ഇനി ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ യഹോവ എന്ന് നീ അറിയും. ഇന്നും യഹോവയെ തന്നെ അവർ ആരാധിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതി എന്താണെന്നോ, ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്നോ, ഇനി ദൈവരാജ്യത്തെ സംബന്ധിച്ച് തന്നെ ദൈവരാജ്യത്തിൻ്റെ നായകൻ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ എങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു ചിത്രം പൂർണ്ണമായി ലഭിക്കുക? അപ്പോൾ അതൊക്കെയും അവരുടെ അറിവിലേക്കും അവരുടെ വിശ്വാസത്തിലേക്കും ഇനി വരേണ്ടതുണ്ട്. അപ്പോൾ അത് ഇനി നടക്കാനിരിക്കുന്ന കാര്യമാണ്. യെരൂശലേമിൻ്റെ ഇന്നത്തെ ആ നിന്ദിതമായിരിക്കുന്ന അവസ്ഥയെല്ലാം മാറി ലോകത്ത് മാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് യെരൂശലേം വരും എന്ന് തന്നെയാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് വരുന്ന കാലങ്ങളിൽ സംഭവിക്കും. ഇന്ന് യുദ്ധവും അതുപോലെ തന്നെ കെടുതികളും ശാപവും ഒക്കെ പിടിച്ച് കിടക്കുന്ന ഒരു ദേശം. അവർ യഥാസ്ഥാനപ്പെട്ടു. 2000 വർഷത്തിന് ശേഷം ഒരു രാജ്യം യഥാസ്ഥാനത്താക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, അതേ രാജ്യം വീണ്ടും നിലവിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലൊരു അത്ഭുതം തന്നെ, ഒന്നാമത്തെ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അത്ഭുതമാണ്. ദൈവം സാധ്യമാക്കിയതാണ്. ദൈവം മുമ്പ് പറഞ്ഞത്, നിന്നെ സകല ജാതികളിലേക്ക് ചിതറിക്കും, ലോകരാഷ്ട്രങ്ങളിലെല്ലാം ചിതറിക്കും, എന്നാൽ ഒരു കാലത്ത് ഞാൻ നിങ്ങളെ അവിടുന്ന് കൂട്ടിച്ചേർക്കും. അപ്പോൾ ചിതറിക്കപ്പെടുന്നതും സംഭവിച്ചു. എന്നാൽ ഏകദേശം 2000 വർഷത്തോളം ആയപ്പോഴത്തേക്ക് അവരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് തിരിച്ച് അതേ ദേശത്ത് തന്നെ
കൊണ്ടുവരികയും അവരെത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണുന്നത്, നമുക്ക് തരുന്നൊരു വിശ്വാസം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ പ്രവചനങ്ങളെല്ലാം അത് സംഭവിക്കും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആ ഇസ്രായേൽ എന്ന രാജ്യം വീണ്ടും വന്നത്. മൂന്നാമത്തെ വായനാഭാഗത്തിൽ നിന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം. യേശുവിനെയും യേശുവിൻ്റെ ശിഷ്യന്മാരെയും യേശുവിൻ്റെ ഉപദേശത്തിൽ വിശ്വസിച്ച് അവനെ പിന്തുടരുന്നവരെയൊക്കെയും ശത്രുക്കളായും വിരോധികളായും അവരൊക്കെ തെറ്റായ വഴികൾ നടക്കുന്നവരെന്നും ദൈവത്തിനെതിരെ സംസാരിക്കുന്നവരെന്നും ഒക്കെയുമുള്ള ചിന്തയിൽ അവരെ തല്ലാനും ഒക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടയനെ വെട്ടിയാൽ ആടുകൾ ചിതറിപ്പോകുമല്ലോ. അങ്ങനെയാണ് അവർ യേശുവിനെ ആദ്യം കൊല്ലുന്നത്. പക്ഷേ അവിടെ എങ്ങും നിൽക്കുന്നില്ല എന്ന് കണ്ട് ഇത് നിന്നുപോയില്ല. അത് കൂടുതൽ ശക്തിയോടെ ഈ പ്രവർത്തനം നടക്കുകയാണ് ചെയ്തത്. അതങ്ങനെയാണ് അവർ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പിന്നെ കൊല്ലാൻ ഇടയാകുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഈ ശിഷ്യന്മാരോടും ജനത്തോടും ഒക്കെ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. അവർക്ക് ദേഹത്തെ കൊല്ലാൻ കഴിയുള്ളൂ. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ആരെയാണ് ഭയപ്പെടേണ്ടത്? കൊന്നിട്ട് നഗരത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ദൈവത്തെ ഭയപ്പെടാനാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. മനുഷ്യർ നമ്മളെ കൊല്ലാനും തല്ലാനും ഒക്കെ വരും. അവരെ ഭയപ്പെടേണ്ട, ദൈവത്തെ ഭയപ്പെടുക. അവർക്ക് ശരീരത്തെ നശിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷെ നമ്മുടെ അർഹമായ, നമ്മുടെ വാഗ്ദത്തമായ ജീവനെ നശിപ്പിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. 2 കാശിന് 5 കുരുകിലിനെ വിൽക്കുന്നില്ലയോ? നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. അതുകൊണ്ട് ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ എന്നാണ് ക്രിസ്തുവോട് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളെക്കാളും നിങ്ങൾ മനുഷ്യർ അതിലും ഉപരിയായി ദൈവത്തെ അന്വേഷിക്കുന്നവർ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് നിങ്ങളുടെ തലമുടി പോലും എണ്ണിയിരിക്കുന്നു. അത്ര കൃത്യമാണ് നിങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ. അവിടെ മറ്റൊരു കാര്യം പറയുന്നത്, ആരെങ്കിലും എന്നെ, അതായത് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവപുത്രന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. ഇപ്പോഴല്ല, പിന്നൊരു സമയത്ത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും. മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറയുന്ന അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കുകയില്ല. ഇവിടെ പരിശുദ്ധാത്മാവിനോട് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നൊന്നുമില്ല. അത് ലൂക്കോസ് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും പരിശുദ്ധാത്മാവ് എന്താണെന്ന്. അത്യുന്നതൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതെന്താണെന്ന് തൊട്ടടുത്തുണ്ട്. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ നേടിയിടുമെന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അത്യുന്നതൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവം എന്തും ചെയ്യുന്നതിനും ദൈവം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അപ്രമേയമായ ശക്തി ആണ് ഈ പരിശുദ്ധാത്മാവ്. ഇവിടെ അതാണ് ഈ ശക്തിയാലാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലാണ് മനുഷ്യന് ആത്മനിയോഗമുണ്ടായിട്ട് ഈ 66 പുസ്തകങ്ങൾ ഈ ബൈബിളിൽ എഴുതപ്പെട്ടത്. ഈ 66 പുസ്തകങ്ങൾ ഇതിനകത്താണെങ്കിലും ചില ബൈബിളിലൊക്കെ 72 പുസ്തകങ്ങളുമുണ്ട്. അതും തെറ്റാണെന്നുള്ള അഭിപ്രായത്തിലല്ല. എന്നാൽ എല്ലാം എഴുതുന്നത് മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ വചനത്തിന് വിരുദ്ധമായി ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവനോട് ക്ഷമിക്കയില്ല. യേശുവിനെ വേണമെങ്കിൽ അടിച്ചവനോട് ക്ഷമിക്കും, യേശുവിനെ കൊന്നവനോടും ക്ഷമിക്കും. പക്ഷേ യേശു പറഞ്ഞ കാര്യങ്ങളോട് എതിർത്ത് നിന്നവനെ, യേശു പറഞ്ഞ കാര്യങ്ങൾക്ക് എതിര് നിന്നവനെ, അത് തള്ളിക്കളഞ്ഞവനെ, അതിന് ദൂഷണം പറഞ്ഞവനോട് ക്ഷമിക്കയില്ല എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്നൊന്നും നിങ്ങൾ വിചാരിച്ച് പ്രയാസപ്പെടേണ്ട. നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത് അത് ആത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളുടെ നാവിന്മേൽ തരും. അത് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ പ്രസ്താവിച്ചാൽ മതി. ഒന്നും എഴുതി സൂക്ഷിച്ചുകൊണ്ട് പോകണ്ട എന്നുള്ളതാണ്.
അതിനിടയ്ക്ക് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. അതിൻ്റെ മറുപടിയായിട്ട് ക്രിസ്തു പറയുന്നത് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ ദ്രവ്യാഗ്രഹം ഒഴിഞ്ഞു നിൽക്കും. പണം ആവശ്യമാണ്, ധനം ആവശ്യമാണ്, ആവശ്യങ്ങൾക്കെല്ലാമാണ്. ഇതിവിടെ അബ്രഹാം, ഇസാക്ക്, യാക്കോബൊക്കെ ബഹുസമ്പന്നനായിരുന്നു. പക്ഷെ അവരാരും ധനത്തിൽ ദൃഷ്ടി വെച്ചില്ല, ധനത്തിൽ അവരുടെ മനസ്സ് വെച്ചില്ല, അവരതിൽ ആശ്രയിച്ചില്ല. അവരെപ്പോഴും ദൈവത്തെയാണ് ദാവീദ് സർവ്വത്തിനും അധികാരിയായിരുന്നു. അപ്പോഴും ദാവീദ് ധനത്തിൽ ആശ്രയിച്ചില്ല, ദൈവത്തിലാണ് ആശ്രയിച്ചത്. അതിനെപ്പറ്റി ഒരു മാതൃക പറയാനില്ല. അപ്പോൾ അവിടെ പറഞ്ഞ സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞ് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈ താമരയും പിന്നെ പുല്ലും കാക്കയും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അതിനേക്കാൾ വിശേഷതയുള്ള നമ്മൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുക തന്നെയും. ഇതാണ് നമുക്കുണ്ടാകേണ്ട വിശ്വാസം. ഇതിൻ്റെ അതിൻ്റെ അവസാനം വേറെയും ചില കാര്യങ്ങൾ ധനവാൻ്റെ മനുഷ്യൻ ഭൂമി നന്നായി വിളഞ്ഞതിനെ സംബന്ധിച്ചും ഒക്കെയും പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവമോ അവനോട് മൂടാ, ഈ രാത്രി നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. അപ്പം നീ ഉണ്ടാക്കി വെച്ചതൊക്കെ ആർക്കാകും, എന്താകും? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചതൊന്നും യാതൊരു കാര്യവുമില്ല. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം എങ്ങനെയാകുന്നു? ദൈവം എപ്പോഴാണ് മരിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ മരിക്കുമ്പം ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ്, ഉണ്ടാക്കി വെച്ചതെല്ലാം. അതാണ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നൊരു കാര്യം പറയുന്നുണ്ട് താഴോട്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ താമരയെ സംബന്ധിച്ചും വയലിലെ പുല്ലിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ ശലോമൻ പോലും ഇതുപോലെ ഒരു വയലിലെ പുല്ലിനെ നോക്കിയാൽ അതിനെ ദൈവം ചമയിച്ചിരിക്കുന്നത് കണ്ടാൽ ശലോമൻ അവൻ്റെ സർവ്വമഹാത്മ്യത്തിലും അത്ര പോലൊന്നും അണിഞ്ഞൊരുങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതിവിടെ ഒരു കാര്യം, എന്തുടുക്കും എന്തു തിന്നും എന്ന് വിചാരപ്പെടരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതാണ്. എന്നിട്ട് പറഞ്ഞത് കാക്കയെ നോക്കുവിൻ, അവർ കളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പണ്ടികശാലയൊന്നും ഉണ്ടാക്കുന്നില്ല, ദൈവം അതിനെ പുലർത്തുന്നു എന്നാണ്. വയലിലെ താമരയെ നോക്കുക. പിന്നെ ഇന്ന് ഉള്ളത് നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം എങ്ങനെ ഉടുപ്പിച്ചു എന്ന് നോക്കുക. എങ്ങനെയാണെങ്കിൽ അല്പവിശ്വാസികൾ നിങ്ങൾ എത്ര അധികം. എന്നിട്ട് വീണ്ടും പറയാൻ, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയേക്കും ലോകജാതികൾ അന്വേഷിക്കുന്നു. ദൈവമില്ലാത്തവർ അന്വേഷിക്കുന്നു. അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ് മറ്റ് അന്യ ആരാധനകൾ, അന്യ ബിംബങ്ങളെയൊക്കെയും ദൈവമായിട്ട് കാണുന്നവരൊക്കെയാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്. ഇവയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവ് ഇത് നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ദൈവം നമുക്ക് ഈ കാര്യങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമുക്ക് വേണ്ട ജോലി ചെയ്യുക, സത്യസന്ധമായി ചെയ്യുക. അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിത്തെടുത്ത് കുഴിച്ചിട്ട് അതിൽ വെള്ളവും വളമൊക്കെ ഇടാനേ നമുക്ക് കഴിയും. അത് വളരുമാറാക്കണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. ചെയ്യേണ്ട പ്രവൃത്തികൾ സത്യസന്ധമായും ന്യായമായും നീതിയായും ചെയ്തു പോകുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ജോലി. ഫലം തരുന്നത്, റിസൾട്ട് തരുന്നത് ദൈവമാണ്. ഇവിടെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എഴുതിയിരിക്കുന്നത്, അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ. അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്കിതും കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ. കള്ളനെടുക്കുകയോ പുഴുകെടുക്കുകയോ ചെയ്യാത്ത, സ്വർഗത്തിൽ പഴകിപ്പോകാത്ത പരശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്കുണ്ടാക്കിക്കൊള്ളുവൻ. നിങ്ങളുടെ ഹൃദയമുള്ളിടത്ത് നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്, അതെവിടെയാണ് നിക്ഷേപമുള്ളത്. ബാങ്കിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും അതിലായിരിക്കും, അല്ലേ? വസ്തുവകകളുണ്ട് എങ്കിൽ, ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ ചിന്ത എപ്പോഴും ആ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും. അതുപോലെ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപിച്ച നിക്ഷേപത്തെ സംബന്ധിച്ചായിരിക്കും നമ്മുടെ മനസ്സിലെപ്പോഴും. ഇത് വലിയ ആശയങ്ങളാണ്. നമുക്ക് ഇത് ഇന്നത്തെ ലോകത്ത് പ്രാവർത്തികമാക്കണമെങ്കിൽ അതുപോലുള്ള തീരുമാനങ്ങളും അതുപോലുള്ള ദൈവകൃപയും ആവശ്യമാണ്. അത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. നമ്മുടെ ഇഷ്ടം ഏതാണ്, നമ്മുടെ ആഗ്രഹം ഏതാണ്, അതനുസരിച്ചാണ് ദൈവം നമ്മൾക്ക് ചെയ്യാനുള്ള അനുവാദവും അവസരവും ഒക്കെ തരുന്നത്. എന്താണ് ഇഷ്ടം അത് ചെയ്യുവതാണ്. അതിന് കായ പറിച്ച് തിന്നാൻ ആദമിന് തോന്നി, ആദമിന് അത് ചെയ്യാൻ തന്നെ ദൈവം വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ. എന്താണ് നമ്മുടെ താല്പര്യം, ആ താല്പര്യത്തിന് ദൈവം അങ്ങ് അനുവദിക്കും. ഇത് സംഭവിച്ചതുകൊണ്ട് ദൈവത്തിന് ഇതിൻ്റെ അനുവാദമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ അനുവാദം കൊണ്ടല്ല, ദൈവം അതിനെ തടയുന്നില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് താഴോട്ട് വേറെ ചില ഉദാഹരണമൊക്കെയും ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു
യജമാനൻ തൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ജോലി ഏൽപ്പിച്ചിട്ട് അന്യദേശത്ത് പോകുന്നതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ കർത്താവ് ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടോ എന്ന് പത്രോസ് ചോദിച്ചു. അതിന് കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവിഹിതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അപ്പം ഇതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യുക, കൃത്യമായി ചെയ്യുക. അതിൻ്റെ പ്രതിഫലം തരുന്ന പ്രതിഫലത്തിൻ്റെ സമയത്ത്, ഇപ്പം ദിവസത്തിന് കൂലി മേടിക്കുന്ന ആൾക്കാരുണ്ട്, ആഴ്ചയിൽ കൂലി മേടിക്കുന്ന ആൾക്കാരുണ്ട്, മാസത്തിൽ ഒരുമിച്ച് കൂലി മേടിക്കുന്ന ആൾക്കാരുണ്ട്. ആത്മീയമായി നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ എല്ലാം കൂലി ഒറ്റ പ്രാവശ്യമാണ്. അത് ദിവസവും ആഴ്ചയിൽ നിന്ന് അത് ഒറ്റ പ്രാവശ്യമായി കിട്ടാൻ പോകുന്നതാണ്. ബാക്കി ഒക്കെ ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൂലിയൊക്കെയും അന്നൊന്ന് കിട്ടുകയോ ആഴ്ചയിൽ കിട്ടുകയോ ഒക്കെ ചെയ്യും. ഇനി ശിക്ഷകളും നമുക്ക് ഈ ഭൂമിയിൽ തന്നെ കിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ. എന്നാൽ ആത്യന്തികമായി നമുക്ക് ലഭിക്കാനുള്ള ആ വാഗ്ദത്ത പ്രകാരമുള്ള സമ്മാനം അല്ലെങ്കിൽ കൂലി അത് ഒരു പ്രാവശ്യമായിട്ട് കിട്ടുന്നതാണ്. അതിന് കാലങ്ങൾ കഴിയും. അത് എന്നാണെന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കാണുന്നവന് ആണ് ആ പ്രതിഫലം ലഭിക്കുക എന്നുള്ളതാണ്. അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നു കുടിച്ചിട്ട് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസൻ്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കും. അപ്പം ഇതൊക്കെ നമുക്ക് ബാധകമായ കാര്യങ്ങളാണ്. നമുക്ക് ദൈവത്തെ ഭയപ്പെടാതെ എങ്ങനെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വരമാണല്ലോ ഇതിൻ്റെ എല്ലാം ഒരു അവസാനം. അപ്പം അന്ന് ഈ പറഞ്ഞ യജമാനൻ്റെ ദണ്ഡനം ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ്. താഴോട്ട് വീഴും നോക്കുമ്പോൾ, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് പറയാനാണെന്നാണ്. എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് തികയോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഈ മരണത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ടെന്ന്. പിന്നെ പറയാണ്, ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും നിങ്ങളങ്ങ് ചിന്തിക്കരുത്. ഛിദ്രം വരുത്തുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഛിദ്രം ഇങ്ങനെയാണ്. ഒരു വീട്ടിൽ അപ്പനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും അമ്മയോടും അമ്മായിയും മരുമകളോടും മരുമകൾ അമ്മായിയമ്മയോടും ഛിദ്രിച്ചിരിക്കും. അപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ച്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച്, അതിപ്പോൾ ഈ കാലങ്ങളിലും ഈ ക്രിസ്തു പറയുന്ന കാലത്തിലും സംഭവിക്കുന്നുണ്ടല്ലോ. ഒരു വീട്ടിൽ തന്നെ യഹൂദനായിരിക്കുന്നവനോ ഇസ്രായേലിനായിരിക്കുന്നവനോ അവന് യേശുവിൻ്റെ വിശ്വാസത്തിൽ യേശുവിനെ വിശ്വസിച്ച് യേശു പറഞ്ഞ കാര്യങ്ങൾ യേശുവിനെ പിന്തുടർന്ന് യേശുവിൻ്റെ അനുയായിയായി മാറുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും സ്വന്തം മകനാണെങ്കിൽ പോലും അവനെതിരെ തിരിയും. ഇവൻ നശിച്ചു, ഇവനെ സാത്താൻ പിടിച്ചു, അല്ലെങ്കിൽ ഇവൻ ഇല്ലാതെയായി, ഞങ്ങളുടെ കുടുംബത്തിന് അപമാനം വരുത്തി എന്നൊക്കെ, ഇവൻ മരിച്ചു പോയാൽ മതി, ഇവൻ പട്ടാളം പിടിച്ചുകൊണ്ട് പോട്ടെ, അല്ലെങ്കിൽ കൊന്നുകളയട്ടെ എന്ന് വേണമെങ്കിലും ചിന്തിക്കാൻ ഇടയുള്ള, അത് മതത്തിൻ്റെ ശക്തിയാണത്. ഇന്ന് നമ്മുടെ നാട്ടിൽ മതം കാണിക്കുന്ന വേലകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. മതം തലയ്ക്ക് പിടിച്ചാൽ ഉണ്ടാകുന്ന മറ്റൊരു സവിശേഷതയാണ് അത്. അവിടെ സ്വന്തം മകനെ പോലും കൊല്ലാൻ മടി കാണിക്കില്ല എന്നാണ്. അപ്പോൾ ഇതാണ് ക്രിസ്തുവോട് പറയുന്നത്, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ വലിയ മഴ വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിക്കാൻ നിങ്ങൾക്ക് അറിയാമെന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തതെന്ത്? അപ്പോൾ ഈ ഒരു കാലത്തെ വിവേചിക്കുക എന്നുള്ളതാണ്. അപ്പം യേശുവിനെയും യേശുവിൻ്റെ ഉപദേശത്തെയും യേശുവിൻ്റെ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഈ കാലത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാത്തതെന്തെന്നാണ്. ന്യായമായതെന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കുന്നതും എന്ത്? അപ്പം അങ്ങനെ ചില ദൈവിക കാര്യത്തോട് ചേർന്നിരിക്കുന്നതും അതിനെ വിട്ടുപോകുന്നതും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടവും മറ്റ് ദൈവത്തെ വിട്ടകന്നു പോകുന്നതുകൊണ്ടുണ്ടാകുന്ന ദോഷവും പല ഉപമകളിലൂടെ ക്രിസ്തു ഈ അധ്യായങ്ങളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് നന്നായി വായിച്ച് ഈ ഒരു ആശയത്തെ ഹൃദയസ്ഥമാക്കേണ്ടതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.